സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന ഹണി റോസിന്റെ പരാതിയിൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുള്ളതായാണ് വിവരം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്. ഹണി റോസിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുകയും ചെയ്യും. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, വഷളത്തരം പറയുന്നത് ബോബി ചെമ്മണ്ണൂരായാലും മറ്റാരായാലും അവർക്കെതിരെ നടപടിയെടുക്കുക എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് തന്നെ ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കാവുന്ന തരം പരാമർശങ്ങളാണ്. അത്രയേറെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്ന ഹണി റോസിന്റെ പരാതി, അത് വളരെ ഗൗരവമായി തന്നെ പോലീസ് എടുത്താൽ ഒരു അറസ്റ്റിന് സാധ്യതയുണ്ടോ? നിലവിൽ ആ രീതിയിൽ പോലീസ് പരാതി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു അറസ്റ്റേക്ക് അടക്കം കാര്യങ്ങൾ പോകും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ രാഹുൽ ഈശ്വർ സമീപിച്ചിരിക്കുന്നത്. കാരണം ഈ കേസിൽ പോലീസ് ഗൗരവതരമായ ഇടപെടലാണ് ഈ രാഹുൽ ഈശ്വറുമായി ഹണി റോസുമായി ബന്ധപ്പെട്ട പരാതികളിലെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ അടക്കം കസ്റ്റഡിയിലാകുന്നതും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. വളരെ പെട്ടെന്ന് പോലീസ് അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. അവരെ ബോബി ചെമ്മണ്ണൂരിനെ തിരയുന്നു. അത് ഒരു അറസ്റ്റേക്ക് കസ്റ്റഡിയിലേക്ക് പോകുന്നു. അറസ്റ്റേക്കും എല്ലാം നീങ്ങുന്നതും ഈ പരാതി സഗൗരവം പോലീസ് കാണുന്നു, മുന്നോട്ട് പോകുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഈ സമാനമായ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെയുള്ള ഒരു പരാതി ഉയർന്നു വരുന്നതും ആ രീതിയിൽ തന്നെയാണ്. രാഹുൽ ഈശ്വറും മാധ്യമങ്ങളിലൂടെ ഹണി റോസിനെതിരെയായ ചില പരാമർശങ്ങൾ നടത്തുന്നു. അവരുടെ വസ്ത്രധാരണ സംബന്ധിയായ കാര്യങ്ങളിലടക്കം പരാമർശം നടത്തുന്നു എന്നതാണ്. അതിൽ ഹണി റോസ് തന്നെയും ഇതിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. എന്നാൽ അതിനെതിരെയും വിമർശനാത്മകമായിട്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ വന്നത്. ഹണി റോസിനെ വിമർശിക്കാൻ സാധിക്കുകയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഒപ്പം അവരെ വസ്ത്രദാന സംബന്ധിയായ കാര്യങ്ങളിലുള്ള ചില പരാതികളും കാര്യങ്ങളും എല്ലാം തന്നെ വരികയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അയാൾക്കെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് ഈ പരാതി പരിശോധിക്കുകയാണ്. ഒരുപക്ഷെ അവരൊരു മൊഴി കൂടി രേഖപ്പെടുത്തിയതിലായിരിക്കും ഈ വിഷയത്തിലൊരു അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും കേസെടുക്കുക എന്ന കാര്യത്തിലേക്ക് നീങ്ങുന്നത്. കേസെടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതി വെച്ച് ഈ പരാതികൾ കൈകാര്യം ചെയ്യുന്ന പോലീസിൻ്റെ ഒരു ഇപ്പോഴത്തെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഗൗരവത്തിൽ ഇത് കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ, അനുബന്ധ പരാതികൾ എന്ന രീതിയിലെല്ലാം തന്നെ കണക്കിലെടുക്കുകയാണ്. അതുമായിട്ട് പോലീസ് മുന്നോട്ട് പോകും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേസ് എടുത്തിട്ടില്ല. നിലവിലൊരു ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേസെടുത്തുള്ള പോലീസ് പരാതി പരിശോധിക്കുന്നു എന്നതാണ്. ഈ പരാതിയിൽ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കേസെടുക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങുക. എന്തായാലും രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. പോലീസ് ഈ പരാതിയിലുള്ള നടപടികളുമായിട്ട് വൈകാതെ മുന്നോട്ട് നീങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹണി റോസിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് നീങ്ങുക.